എമ്മാതിരി ചൂടാന്നറിയോ, എത്ര പെട്ടെന്ന് വിയർക്കുകയെന്നറിയോ. കൈൻ്റെ ഇവിടെയൊക്കെ വേർത്ത് കിടക്കുക. ഞങ്ങൾ 3 പേരോടും കണ്ണ് സ്പ്രെഡായില്ലല്ലോ. ഞങ്ങൾ 3 പേരോടും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഉണ്ട് ബൈജുവേട്ടൻ്റെ വീട്ടിലേക്കൊന്ന് പോവുക. കുറേ നാളുകൾക്ക് ശേഷമാട്ടോ പോകുന്നത്. ഞാൻ ലാസ്റ്റ് പോയത് ബൈജുവേട്ടൻ്റെ അമ്മ മരിച്ച സമയത്താണ്. പിന്നെ വാപ്പിയുടെ ഓട്ടോറിക്ഷൻ്റെ മുകളിൽ ഒരാഴ്ചത്തേക്ക് എൻ്റെ ഫോട്ടോ ഒട്ടിച്ചു എന്ന് ചില തള്ളച്ചിമാർ പറയുന്നില്ലേ. ആ ഓട്ടോറിക്ഷൻ്റെ മുകളിൽ ഓനായിരുന്നു അത് അടിച്ച് വെച്ച്. ഡ്രസ്സിൽ എന്നെ കാണാൻ കൊള്ളാം, മുടിയൊക്കെ കളർ ചെയ്തു. അപ്പം ആ ഒരു സമയത്ത് വാപ്പിയുടെ കൂടെ പോയി എന്നല്ലാതെ പിന്നെ പോയില്ല. അപ്പം അവൻ്റെ വീട്ടിലൊന്ന് പോകണം, അവനെ ഒന്ന് കാണണം, വേറെ 1-2 ആൾക്കാരെ കാണണം. പിന്നെ ഇവിടെ അടിപൊളി ഒരു സ്ഥലമുണ്ട് ഗൈസ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഫോട്ടോഷൂട്ട്, കഴിഞ്ഞ ക്രിസ്മസിനല്ല അതിൻ്റെ മുമ്പിലത്തെ ക്രിസ്മസിന് ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ട്, അപ്പോൾ അത് ഞാനത് കാണിച്ചു തരാം. അവിടുന്ന് 2 റീലും എടുക്കാമെന്നുള്ള രീതിയിലാണ് ഈ വെച്ചുകെട്ടുമായിട്ട് ഇറങ്ങി. അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ. ഫുൾ റിയൽ മിറർ കൊടുത്ത ഒരു വർക്കായിരുന്നു. അപ്പം ഞാൻ എന്താക്കി, ഇതിന് സെയിം കളറ് നെറ്റ് മേടിച്ച് കൈ വെച്ചിട്ട് മക്കളെ, ഇത് റിയൽ മിററാണല്ലോ, റിയൽ കണ്ണാടിയാണല്ലോ. മിറർ എന്ന് പറയുമ്പോഴൊക്കെ നാക്ക് തെറ്റിപ്പോ. അപ്പോൾ കണ്ണാടി കൊണ്ട് കീറിപ്പോയി. അങ്ങനെ പിന്നെ ഇതിൻ്റെ കൈ തന്നെ വെച്ചതാണ്. ഒരു ഡ്രസ്സും പറ്റുന്നില്ല, ശ്വാസം മുട്ടുന്നു ഗൈസ്. തടിക്കുക എന്ന് പറയുന്നത് ചില്ലറ സംഭവമൊന്നുമില്ലല്ലേ. തടിച്ചിട്ട്, പക്ഷെ ചിലർ പറയും തടി നല്ലതാണെന്ന്, ചിലർ പറയും തടി മോശമാണ്. തടിച്ച എന്നെക്കുറിച്ച് അരുണ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിരുന്നുണ്ട്. ചിരിച്ച് പണിയായിപ്പോൾ. അപ്പം അങ്ങനെയാണ്. ഏതായാലും ബാക്കി വിശേഷങ്ങളൊക്കെ വയ്യെ പറഞ്ഞു തരാം കേട്ടോ. മുടി കണ്ട ഗൈസ്. ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇതാ. മേൽപ്പാലാട്ടോ. അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്ക ഫാത്തിമ ബാക്കിൽ നടാ, സൈഡിൽ കൂടെ നടത്തില്ല. അത് കാത്തു വെക്കാം, അങ്ങനെ ഉണ്ടോ. ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ ഫാത്തിമ, നോക്കണേ. താഴെ റോഡാണ്. എൻ്റെ പൊന്നെ ഓളെ നോക്കേ. ഇതാണ് നമ്മുടെ കനാൽ റോഡ്. അവിടെ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഇനി നേരെ ബൈജുവേട്ടൻ്റെ അവിടേക്ക്. അങ്ങനെ ബൈജുവേട്ടൻ്റെ അവിടെ പോയി അവനെ കണ്ടു. വീട്ടിലേക്ക് കയറിയില്ല, അവൻ്റെ ഷോപ്പിലേക്കാണ് ഞാൻ പോയത്. വീട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നേ. ഞാനൊരു 5 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത കണ്ണൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ വീട്ടിലോട്ട് കയറിയില്ല, ഷോപ്പിൽ. തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. നടന്ന് വലിയ ശീലമില്ലാത്തതുകൊണ്ട് കേട്ടൊക്കെയാണ് ഗൈസ്. കനാലിലെ വെള്ളത്തിൽ കുളിച്ചാലോ എങ്ങനെ. മോന് ഞങ്ങളുടെ കൂടെ പിന്നെ കൊയിലാണ്ടി പോയി. എനിക്ക് കുക്ക് ചെയ്യാൻ ചെറിയൊരു മടി. അപ്പോൾ അവനോട് ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിക്കാൻ പറഞ്ഞു. ചേട്ടാ
ഞങ്ങൾ ഇവിടെ പോയി അക്കടേറ്റ് പോയതേ. മോള് കണ്ടില്ല ഞങ്ങള്? ആ അങ്ങേക്ക് മോള് വരലുണ്ടോ? അറിയുന്ന ഒരാളോട് പരിചയം പറഞ്ഞതാണ്. അപ്പോൾ ഞാനും ദിവസം നടക്കാൻ പോകണമെന്ന് വിചാരിക്കും. അത് വിചാരിക്കുമ്പോൾ ഒരു ക്ഷീണം വരില്ല. അപ്പോൾ ആ ക്ഷീണത്തിൽ ഞാൻ കിടക്കും. എന്നത്തിന് നടക്കുക എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും എന്നെ ദേഷ്യം പിടിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരുവിധം ഡ്രസ്സ് മുഴുവനോ എനിക്ക് പറ്റാതെയായി. മുഖമൊക്കെ എൻ്റെ മൂത്ത സിസ്റ്ററുടെ മാതിരി കുണ്ടും മണിയായിരിക്കും. അവളങ്ങനെയാ. എൻ്റെ ഉമ്മയും പണ്ടങ്ങനെയായിരുന്നു കേട്ടോ. എന്നപ്പോൾ അവള് പറയും ഇപ്പോഴേ നടന്നേ തടി കൂടിയാലാവില്ല. പക്ഷെ വലങ്ങനെ തടിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഭയങ്കര ഇഷ്ടമല്ല. ഒരു ആവറേജ് തടി. കാരണം ഒരു കാലത്ത് ഞാൻ തടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ തടി കുറയ്ക്കാൻ ഭയങ്കര വിഷമം. അതുകൊണ്ടാണ് ഇനി തടിക്കാതെ ഞാൻ നോക്കും. അത് എന്നോട് ഡോക്ടർ പറഞ്ഞത് ഗുളിക കുടിച്ചിട്ടുള്ളൊരു പ്രശ്നമാണ്. എക്സസൈസ് റെഗുലറായിട്ട് കൊണ്ടുപോയാൽ ശരീരത്തിന് പിടിക്കുകയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. വല്ല സ്റ്റിറോയിഡും അടങ്ങിയതാണോ ഗുളിക എന്നുള്ളത് എനിക്കറിയില്ല. എനിക്കുണ്ട് 2 കൊല മൂക്കുന്നു ഗൈസ്. അപ്പോൾ എന്നോട് എക്സസൈസ് മസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരാങ്ങളയുണ്ട്. ആങ്ങളെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ അല്ല സോറി ബാപ്പൻ്റെ പെങ്ങളെ മോന്. നമ്മുടെ നാട്ടുമ്പുറം ഭാഷയെ പറയച്ചാൽ മുറച്ചെറുക്കൻ. അവനെപ്പം വിളിക്കുമ്പോൾ പറയൂ ജിമ്മിന് പോ എന്നറിയും. ഞാൻ പറയും മുന്നിരിക്ക പോവാ വെയിറ്റ് ചെയ്യുന്നറിയും. നാളെ നീള ഞാൻ എൻ്റെ വീട്ടിലെത്തി. അച്ഛൻ വലിയൊരു പായൊക്കെ വാങ്ങിക്കും ഇവിടെ കെട്ടാനെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയാണ്. ബൈ നടന്ന ക്ഷീണത്തിൽ കുറച്ച് നേരം കിടക്കട്ടെ. ടാറ്റാ.